10ാം ക്ലാസ്സിൽ എനിക്ക് ഫുൾ A+ ആയിരുന്നു. അതിൻ്റെ ഒരു കോൺഫിഡൻസിൽ +1ലേക്ക് പോയി. 10ാം ക്ലാസ്സിൽ വാങ്ങിച്ചാൽ +1 ഈസി. എന്നിട്ട് അവസാനം +1 റിസൾട്ട് വന്നപ്പോൾ ഫൈനൽ എക്സാമിൽ വെറും 72% മാർക്കായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ആ ഒരു പരീക്ഷയുടെ റിപ്പോർട്ട് കാർഡൊക്കെ വാങ്ങുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ടീച്ചേഴ്സൊക്കെ ഒരു പുച്ഛത്തോടെ എന്നെ നോക്കിയത്. അവർ മോശമായിട്ട് നോക്കിയതല്ല, അവരാലോചിച്ചതായിരിക്കും, ഇവനൊക്കെ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്നതല്ലേ, എന്ത് പറ്റിയെന്നായിരിക്കും അവൻ ചിന്തിച്ചത്. പക്ഷെ ആ ഒരു സ്ഥിതിയിൽ നിന്ന് എൻ്റെ +2 റിസൾട്ട് വന്നപ്പോൾ ഞാൻ CBSEയിലാണ് പഠിച്ചത്. അത് ആ വർഷത്തെ വൺ ഓഫ് ദി മോസ്റ്റ് ഡിഫിക്കൽട്ട് എക്സാംസും കൂടിയായിരുന്നു ആ ഒരു വർഷം. ആ ഒരു പരീക്ഷയിൽ എനിക്ക് 94.6% കിട്ടി. ഇത് പൊങ്ങച്ചടിക്കാൻ വേണ്ടിയുള്ള വീഡിയോ അല്ല, പക്ഷേ ഈ ഒരു കാര്യം പ്രൂവ് ചെയ്യാനാണ്. ദാറ്റ് എ കം ബാക്ക് ഈസ് പോസിബിൾ. അത് വെറുതെ തിയറിയിൽ പോസിബിൾ ആണെന്ന് പറയുന്നതല്ല, എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്ത് കാണിച്ച ഒരു കാര്യമാണ് ഈ അക്കാഡമിക് കം ബാക്ക്. അത് നിങ്ങൾക്കും നിങ്ങളുടെ ലൈഫിൽ ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഞാൻ ചെയ്ത മണ്ടത്തരം കാണിക്കരുത്. ഒരു വർഷം ഒന്നും വെയിറ്റ് ചെയ്യരുത്. കാരണം ആ ഒരു വർഷം നിങ്ങളുടെ മനസ്സിൽ തന്നെ കുറേ കൺഫ്യൂഷൻസ് ആയിരിക്കും. എൻ്റെ +2 പഠിക്കുന്ന സമയത്ത് എനിക്ക് ഒരിക്കലും തോന്നിയില്ല എനിക്ക് 90% കിട്ടുന്നു. ഞാൻ ഇങ്ങനെ പാസ്സാവണം എന്നാണ് എൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നത്. മനസ്സിനുള്ളിലുണ്ട് 90-95 കിട്ടണമെന്ന്. പക്ഷേ പാസ്സാവുന്നുള്ള പേടിയിലൂടെ, കാരണം നമ്മൾ +1 വാങ്ങിച്ച മാർക്ക് എന്താ 70%. അതെപ്പോഴും നമ്മുടെ മനസ്സിലിങ്ങനെ ഉണ്ടാവും, അങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും താഴേക്ക്. അത് വെച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ ഒരിക്കലും നിങ്ങൾ അത്രയും വെയിറ്റ് ചെയ്യരുത് എന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ. അങ്ങനെയാണ് സാർ ഈ അക്കാഡമിക് കംബാക്ക് എങ്ങനെയാണ് വരുത്തുക? പഠിക്കുക മര്യാദയ്ക്ക് കുത്തിരുന്നിട്ട്. അതിൽ ഒരു കാര്യം നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്, കൺസിസ്റ്റൻസി ഈസ് വാട്ട് മാറ്റേഴ്സ് മോർ. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നാളെ കുത്തിരുന്ന് ഒരു 6 മണിക്കൂർ പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു ഒരു കാര്യമില്ല. നേരെ മറിച്ച് നിങ്ങൾ തീരുമാനിക്കുക. ഇതുവരെ ഞാൻ ആകെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിച്ചത് പരീക്ഷയുടെ ദിവസങ്ങളിൽ, ആ തലേന്നുള്ള ദിവസങ്ങൾ മാത്രമാണ്. അതെനിക്ക് മാറ്റണം, അതിനെനിക്ക് കൺസിസ്റ്റൻസി കൊണ്ടുവരണം. അതുകൊണ്ട് ഞാൻ മിനിമം ഡെയിലി ഇനി മുതൽ ഒരു 1 മണിക്കൂർ പഠിക്കും, വിച്ച് ഇസ് പോസിബിൾ ഫോർ എവ്രി വൺ. അത് പക്ഷേ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ ചെയ്യും. ഒരാഴ്ചത്തേക്കല്ല, 2 ആഴ്ചത്തേക്കല്ല, ഈ വർഷം മുഴുവൻ ഞാൻ ചെയ്യും. അവിടെയാണ് മാറ്റർ ചെയ്യാൻ പോകുന്നത് മക്കളെ. നിങ്ങൾ ആ കൺസിസ്റ്റൻ്റ്ലി എത്രത്തോളം നിങ്ങൾ ചെയ്യുന്നു, ആ ഡിഫറൻസ് ആയിരിക്കും നിങ്ങളുടെ ലൈഫിലുണ്ടാവും. അത് ഈ വർഷത്തെ മാർക്കിൽ മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ മുഴുവൻ ആ ഒരു എഫക്റ്റ് ഉണ്ടാവുന്നതായിരിക്കും. കാരണം നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ, ഓക്കെ, കൺസിസ്റ്റൻ്റ്ലി നമ്മൾ എന്ത് ചെയ്താലും നമുക്കതിൽ ക്ലിയർ പ്രോഗ്രസ് ഉണ്ടാക്കാൻ പറ്റും, നമുക്കതിൽ സക്സസ്ഫുൾ ആകാൻ പറ്റും എന്നുള്ള ആ ഒരു ലേണിംഗ് ഇല്ലേ, അതാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകും. മാർക്ക് കിട്ടുകയും ചെയ്യും, ലൈഫിൽ നിങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റും. കൺസിസ്റ്റൻസി ഈസ് കീ. രണ്ടാമത്തെ കാര്യമാണ് പലരും പഠിക്കുമ്പോൾ ഉണ്ടാക്കുന്ന മിസ്റ്റേക്ക്. ഞാനും എൻ്റെ +2 ലൈഫിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ +2 ആദ്യമൊക്കെ ഒരു ചാപ്റ്റർ ഭയങ്കര കുത്തിരി നന്നായി പഠിക്കും, ഡീപ്പായിട്ട് പഠിക്കും, ടെക്സ്റ്റ് ബുക്ക് ഫുള്ള് വായിക്കും, ഗൈഡിലെ ചോദ്യങ്ങളൊക്കെ ചെയ്യും, എല്ലാം ഞാൻ വൃത്തിക്ക് ചെയ്യും. ആ ചാപ്റ്റർ അരച്ച് കലക്കി ഞാൻ തലയിൽ കയറ്റും. എന്നിട്ട് പരീക്ഷയാകുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഞാൻ അതൊക്കെ മറന്നു. അത് നന്നായി മനസ്സിലാക്കി പഠിച്ചതാണ്, ബൈഹാർട്ട് പഠിച്ച പോലെ മനസ്സിലാക്കി പഠിച്ച കാര്യങ്ങൾ അതും എനിക്ക് എഴുതാൻ പറ്റുന്നില്ല. പിന്നീട് ഞാൻ, അന്നത്തെ കാലത്ത് ഇങ്ങനത്തെ യൂട്യൂബ് വീഡിയോസ് ഒന്നും ഇല്ലല്ലോ, അപ്പോൾ നമ്മൾ എക്സ്പെരിമെൻ്റ് ഇങ്ങനെ ചെയ്ത് നോക്കുക. അപ്പോൾ ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി, ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ടൊരു ചാപ്റ്റർ പഠിക്കുന്നതിന് അർത്ഥമില്ല. കാരണം എന്താ, അവസാനം മറന്നു പോകുന്നത്. അപ്പോൾ സ്ട്രാറ്റജി മാറ്റി, ഒരൊറ്റ പ്രാവശ്യം കുത്തിരുന്നൊരു ചാപ്റ്റർ കഷ്ടപ്പെട്ട് പഠിക്കുന്നതിന് പകരം ഞാൻ കുറച്ച് പഠിക്കുക ചാപ്റ്ററിൻ്റെ. ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ നോക്കും, പറ്റുന്ന അത്രയും മനസ്സിലാക്കും, എന്നാൽ കുറേ ചോദ്യങ്ങളൊന്നും ചെയ്യില്ല, അത്രയ്ക്ക് മതി വിചാരിക്കും. എന്നിട്ട് ഒരു ഓൾമോസ്റ്റ് ഒരാഴ്ച കഴിയുമ്പോൾ ഒന്നും കൂടി ആ പഠിച്ച കാര്യം എടുത്ത് നോക്കും. ആ സമയത്ത് ഞാൻ കുറച്ചും കൂടി ചോദ്യങ്ങൾ ചെയ്യും. വീണ്ടും ഓൾമോസ്റ്റ് ഒരു 1-2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും വീണ്ടും ആ ചാപ്റ്റർ എടുത്ത് നോക്കും. അതിന് മുമ്പ് പഠിച്ച കാരണം ഒന്നും കൂടി റിവൈസ് ചെയ്യും. അതിനോടൊപ്പം വേറെ എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അതും കൂടി ചെയ്യും. എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലെ ഫുള്ള് ചെയ്യില്ല, കുറച്ചേ ചെയ്യുള്ളൂ, പക്ഷെ അത് ചെയ്യും. പഠിച്ച കാരണം ഒന്നുകൂടി നോക്കുകയും ചെയ്യും. ഈ ഒരു പരിപാടി ഞാൻ ചെയ്തു തുടങ്ങുമ്പോൾ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി, ഞാൻ അതിന് മുൻപ് എടുത്തതിൻ്റെ ഒരു പകുതി എഫേർട്ട് ഞാൻ എടുക്കുന്നുള്ളൂ. പക്ഷെ പരീക്ഷ ആകുമ്പോൾ എനിക്ക് എല്ലാം ഓർമ്മയുണ്ടോ. പരീക്ഷ ആകുമ്പോൾ ഞാൻ ആദ്യം മുതൽ പഠിച്ച കാര്യമാണ് എനിക്ക് ഫുള്ളായിട്ട് ഓർമ്മയുണ്ട്. ജസ്റ്റ് ഞാനൊന്ന് 2-3 ദിവസം ഇരുന്ന് റിവൈസ് ചെയ്താൽ എൻ്റെ തലയിലേക്ക് ഫുൾ സാധനം വന്നു. പരീക്ഷ ഹോളിൽ പോയി ക്വസ്റ്റ്യൻ കാണുമ്പോൾ എനിക്ക് ആൻസർ അറിയാം. ആൻസർ അറിയാമെന്ന് മാത്രമല്ല, അത് ഓട്ടോമാറ്റിക്കലി വരികയാണ്. ചോദ്യം കാണുമ്പോൾ തന്നെ അറിയാം അതെന്താ എഴുതേണ്ടതെന്ന്. ആ ലെവലിലെത്തി. ഇതെൻ്റെ ബുദ്ധി ഞാൻ കൂട്ടിയത് കൊണ്ടൊന്നുമല്ല, കാരണം 2-3 മാസം കൊണ്ട് ബുദ്ധി കൂട്ടാനൊന്നും പറ്റില്ല. എൻ്റെ ശീലം ഞാൻ മാറ്റി. ഞാൻ എന്ത് ചെയ്തു, റെഗുലറായിട്ട് റിവിഷൻ ചെയ്യാൻ തുടങ്ങി. പല കുട്ടികളുടെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താ പറയുക, റിവിഷൻ എന്ന് പറഞ്ഞാൽ പരീക്ഷയ്ക്ക് മുമ്പ് ചെയ്യേണ്ട കാര്യമാണ് വിചാരിക്കുക. അല്ല, റിവിഷൻ എന്ന് പറഞ്ഞാൽ പഠിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യമാണ്. പരീക്ഷ മുമ്പ് നിങ്ങൾ റിവിഷൻ ചെയ്യേണ്ട ആവശ്യം വരരുത്. നിങ്ങൾക്ക് ഇത്രയും ഫ്ലോയിലായിരിക്കണം അതിന് മുമ്പ് തന്നെ. അതിന് വേണ്ടിയിട്ട് 1 മണിക്കൂർ പോലും നിങ്ങൾ എക്സ്ട്രാ എഫേർട്ട് ഉണ്ടോ, ഉള്ള ടൈം ടേബിൾ, ഉള്ള പഠിക്കുന്ന സമയം ഒന്ന് റീഅറേഞ്ച് ചെയ്യുക. എല്ലാ ആഴ്ചയും പഠിച്ച കാര്യങ്ങൾ, ആ ആഴ്ച പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാൻ വേണ്ടി ഒരു ദിവസം മാറ്റി വെക്കുക. ഇത് നിങ്ങളൊന്ന് ചെയ്തു നോക്കും മക്കളെ, നിങ്ങളുടെ ലൈഫ് തന്നെ മാറും. നിങ്ങൾ വെറുതെ കഷ്ടപ്പെട്ട് ഇങ്ങനെ എക്സ്ട്രാ വെറുതെ വെറുതെ മണ്ട ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഒരു കാര്യമില്ല. സ്മാർട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. കാരണം ഹാർഡ് വർക്ക് ഇല്ലാത്ത വർക്കില്ല, സ്മാർട്ട് വർക്ക് എന്ന് പറഞ്ഞ സംഗതി ഒന്നുമില്ല. സമയം കുറച്ചിട്ട് പണിയും കുറച്ചിട്ട് പണിയെടുക്കുക, നല്ല കൂടുതൽ റിസൾട്ട് കിട്ടുക, അത് വരുന്നില്ല. സ്മാർട്ടായിട്ട് ഹാർഡ് വർക്ക്, അതേ പോസിബിലിറ്റി ഉള്ളൂ. അപ്പോൾ ഈ ഒരു മാറ്റം നിങ്ങളുടെ പഠനത്തിൽ നിങ്ങൾ ഇന്നു മുതൽ ഉണ്ടാക്കി തുടങ്ങണം. അത് വേറെ ലെവലിലായിരിക്കും. എൻ്റെ എക്സ്പീരിയൻസ് എനിക്കറിയാം, ട്രൈ ചെയ്ത് നോക്കും നിങ്ങൾ. ലാസ്റ്റ് കാര്യമാണ്,
സമയമില്ലായ്മ അല്ലേ? എത്ര പേർക്ക് തോന്നുന്നുണ്ട് പഠിക്കാൻ സമയം കിട്ടുന്നില്ല, ടൈം കിട്ടുന്നില്ല? ഈ പ്രശ്നമുള്ളവർ ഐ എഗ്രി സാർ എന്ന് പറ. അപ്പോൾ ഈ പ്രശ്നം എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു. സമയം കിട്ടുന്നില്ല അല്ലേ? കുറേ സബ്ജക്റ്റ് പഠിക്കാനുണ്ട്, അതിൽ തന്നെ പഠിക്കണം, ചോദ്യം ചെയ്യണം, സ്കൂളിലെ വർക്ക്, ഹോം വർക്ക്, മറ്റേത്, പിന്നെ വീട്ടിലെ ഓരോരോ കാര്യങ്ങൾ, പിന്നെ ബാക്കിയുള്ള സമയത്തിന് ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാനും ഗെയിം കളിക്കാനും ടി വി കാണാനും ഇതൊക്കെ കാണാൻ നമുക്ക് സമയം വേണ്ടേ? പഠിക്കാനിടെ സമയം കിട്ടുന്നില്ല, എന്ത് ചെയ്യും? അപ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആക്ച്വലി ഒരു മണ്ടത്തരല്ലടോ. 24 മണിക്കൂറുണ്ട്. ആ 24 മണിക്കൂറിൽ 8 മണിക്കൂർ മൈനസ് ചെയ്താളാ ഉറങ്ങാൻ വേണ്ടി 16 മണിക്കൂറുണ്ട്. ഈ 16 മണിക്കൂറിൽ നമുക്ക് സമയം കിട്ടില്ല എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അതിലൊരു മണ്ടത്തരം നമ്മൾ ആലോചിച്ച് നോക്കി. ആര് പറഞ്ഞാലും 16 മണിക്കൂർ ഒരു ദിവസം കിട്ടുന്നുണ്ട്, എങ്ങനെ സമയം കിട്ടാതിരിക്കുക? അപ്പോൾ അവിടെ പ്ലാനിങ്ങിൻ്റെ ഒരു പ്രശ്നം വരുന്നില്ലേ? വരുന്നുണ്ട്. നിങ്ങൾ കൃത്യമായിട്ടൊന്ന് പ്ലാൻ ചെയ്ത് നോക്ക്. അതായത് നിങ്ങൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഓരോ മണിക്കൂറും ഓരോ മിനിറ്റും നിങ്ങൾ എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നുള്ള കാര്യം ഒന്ന് പ്ലാൻ ചെയ്ത് നോക്ക്. മെക്കാനിക്കലി എല്ലാ ജീവിതത്തിലെ കാര്യങ്ങൾ ചെയ്യണം എന്നല്ല പറയുന്നത്, പക്ഷെ ഒന്ന് പ്ലാൻ ഒരു ദിവസം നിങ്ങൾ ചെയ്ത് നോക്ക്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും കുറേ സമയമുണ്ട്. നിങ്ങൾ 1 മണിക്കൂർ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം റീലും ഗെയിമും എല്ലാം കൂടെ ചേർത്ത് മാറ്റി വെച്ചാലും 1 മണിക്കൂർ നിങ്ങൾ അല്ലാത്ത നിങ്ങളുടെ ഇഷ്ടമുള്ള വേറെ എന്ത് കാര്യത്തിന് മാറ്റി വെച്ചാലും നിങ്ങൾക്ക് പഠിക്കാൻ എന്തായാലും മിനിമം 2 മണിക്കൂർ കിട്ടും എന്നാണ് സത്യം. ഇപ്പം അത് കിട്ടാതെ എന്തുകൊണ്ടാണ് അറിയോ? നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങൾ അനാവശ്യമായിട്ട് സമയം കളയുന്നത് വളരെ കുറവാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. പക്ഷേ ആക്ച്വലി നിങ്ങൾ അനാവശ്യമായിട്ടുള്ള പല കാര്യങ്ങൾക്കും സമയം വെറുതെ കളയുന്നുണ്ട്. വെറുതെ നിങ്ങൾ കുറേ സമയം കളയാണ്. ഒന്ന്, നിങ്ങൾ ഇന്ന് ടൈം ടേബിൾ ഉണ്ടാക്കണ്ട, നിങ്ങൾ വെറുതെ സാധാരണ ജീവിച്ചു. ഇതിന് എവിടേക്കാണ് ടൈം വെറുതെ പോകുന്നത്? നിങ്ങൾക്ക് എൻ്റർടൈൻമെൻറ്റ് പോലല്ലേ, വെറുതെ സമയം എങ്ങനെ പോവാണ്? അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് നോക്കി. എന്നിട്ട് നാളെ മുതൽ എല്ലാത്തിനും ഒരു ടൈം വെക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈം വെച്ചോടോ. നിങ്ങൾ തന്നെ തീരുമാനിച്ചോ. ഞാൻ തീരുമാനിച്ചിരുന്നില്ല അത്, അതുകൊണ്ടാണ് ഇവിടെ ടൈം ടേബിൾ ഉണ്ടാക്കി കൊണ്ടുവരാത്തത്. നിങ്ങൾ തീരുമാനിച്ചോ എത്ര നേരം ഇൻസ്റ്റാഗ്രാം നോക്കണം, എത്ര നിങ്ങൾക്ക് ഗെയിം കളിക്കണം, എത്ര നേരം നിങ്ങൾക്ക് വെറുതെ ഇരിക്കണം, എത്ര നേരം നിങ്ങൾക്ക് പഠിക്കണം. അത് തീരുമാനിച്ച് വെക്കുക. എന്നിട്ട് അത് അതുപോലെ തന്നെ, കാരണം നിങ്ങൾ ഉണ്ടാക്കിയ സാധനമല്ലേ, നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനമല്ലേ, നിങ്ങൾക്ക് വേണ്ട സാധനമല്ലേ, അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലേ? ചെയ്യാൻ പറ്റണം, ചെയ്യാൻ പറ്റും. അത് പ്രകാരം നിങ്ങൾ ടൈം ടേബിൾ ഉണ്ടാക്കുക. അത് മാറ്റേണ്ടിയും വരും, അതാണ് സത്യം. ഇങ്ങനെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി അതിങ്ങനെ ഫുൾ അങ്ങോട്ട് ചെയ്യാനൊന്നും പറ്റുമോ? പറ്റില്ല. അത് പ്രാക്ടിക്കലി വരുമ്പോൾ നമുക്ക് അത് ഓരോരോ ബുദ്ധിമുട്ടുകൾ വരും. വീട്ടിലൊരു ഗസ്റ്റ് വന്നു, ടൈം ടേബിൾ മാറിയില്ലേ, മാറ്റിക്കോ. യു ചേഞ്ച് ദ ടൈം ടേബിൾ. ഇടയ്ക്കിടയ്ക്ക് മാറ്റാൻ പറ്റുന്ന രീതിയിലാക്കിയോ, ഫോണിലാക്കി വെച്ചോ ടൈം ടേബിൾ. അല്ല എഴുതുകയാണെങ്കിലും പെൻസിൽ വെച്ച് എഴുതിക്കോ, മായിച്ചിട്ട് അപ്പം തന്നെ മാറ്റാൻ പറ്റണം. ഇറ്റ് ഈസ് എ ഫ്ലെക്സിബിൾ ടൈം ടേബിൾ. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ മിനിറ്റും ജീവിച്ചാൽ 2 കാര്യങ്ങൾ സംഭവിക്കും. ഒന്നെന്താ അറിയും, കൂടുതൽ പഠിക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് കുറച്ചുകൂടി സന്തോഷം ഉണ്ടാവും. യു വിൽ ബി മോർ ഹാപ്പി. ഇത് ഞാൻ വെറുതെ നിങ്ങളോട് പറയുന്നതല്ല. എൻ്റെ ഇന്നത്തെ ലൈഫിൽ വരെ ഐ ക്രിയേറ്റ് ടൈം ടേബിൾ. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എനിക്കൊരു നോട്ടുണ്ട്, ആപ്പിൾ നോട്ട്സിൽ എൻ്റെ ലാപ്ടോപ്പിൽ ഞാൻ ഇതിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ലാപ്ടോപ്പിൽ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല, പേപ്പർ ഉണ്ടാക്കിയാലും മതി. എൻ്റെ എളുപ്പത്തിൽ ഞാൻ ചെയ്യുന്നതാണ്. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു 3/4 മണിക്കൂർ ഞാൻ എന്ത് ചെയ്യും, ഞാൻ വെറുതെ എന്ത് ചെയ്യും, എന്തെങ്കിലും ഇരുന്ന് കുത്തിരുന്ന് കാണും. വലിയ പ്രൈം വീഡിയോ, ഇന്ന് ഞാൻ പ്രൈമിൽ ഒരു സീരീസ് ആയിരുന്നു കാണുന്നത്, ഇന്നലെ ഞാൻ യൂട്യൂബിലൊരു സ്റ്റാൻഡപ്പ് കോമഡി കാണും, ഞാൻ കാണും. പക്ഷേ അത്രയും സമയം. അത് കഴിഞ്ഞിട്ടൊരു 3/4 മണിക്കൂർ എനിക്കൊരു മെഡിറ്റേഷൻ ചെയ്യാനുണ്ടോ, അത് ഞാൻ ചെയ്യും. അതിൽ ചില ദിവസം ചിലപ്പോൾ 20 മിനിറ്റ് പറ്റുണ്ടാവുള്ളൂ, ചില ദിവസം നമ്മൾ 1 മണിക്കൂർ ചെയ്യും. ഫ്ലെക്സിബിൾ ആണ് കുറച്ചൊക്കെ, പക്ഷേ അത് ഞാൻ ചെയ്യും കൃത്യമായി തന്നെ റുട്ടീനാണ്. പിന്നെ ഒരു 2.5 മണിക്കൂർ ആ ദിവസത്തെ പല പല യൂട്യൂബ് ചാനൽസ് നമുക്കുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. എക്സാമിനറിനുണ്ട്, ലേൺ വിത്ത് അലക്സ് ഉണ്ട്, ഫിനാൻസിൻ്റെ ചാനലുണ്ട്. അതിനൊക്കെ വീഡിയോസ് എടുക്കാനുണ്ടോ, അതൊക്കെ ഞാൻ നേരത്തെ പ്ലാൻ ചെയ്തു ഏതൊക്കെ വീഡിയോസാണ് ഈ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് വരെ. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1:30 വരെയാണ് ഞാൻ ഷെഡ്യൂൾ ചെയ്ത് വെക്കുക ഈ വീഡിയോസ് എടുക്കാൻ വേണ്ടി. അതെൻ്റെ ഷെഡ്യൂളുണ്ട്, ഏതൊക്കെയാണ് വീഡിയോസ്. തലേ ദിവസം രാത്രി ഇരുന്നിട്ട് അതിൻ്റെ പ്രിപ്പറേഷൻ ആയിരിക്കും ഞാൻ ചെയ്തിട്ടുണ്ടാവും. അതും പ്ലാൻ ഉണ്ട് എൻ്റെ. അങ്ങനെ കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിക്കാനും ചില്ലടിക്കാൻ വേണ്ടിയിട്ട് ഒരു സോർസ് സമയം. അപ്പോൾ ഞാൻ നല്ലോണം ചില്ലടിക്കും. എനിക്ക് എന്ത് സമാധാനം അറിയോ, എനിക്ക് ടെൻഷനില്ല. അടുത്ത ഞാൻ എന്താ ചെയ്യണമെങ്കിൽ ടെൻഷൻ, എനിക്ക് അറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. അവിടെ ഞാൻ ചിന്തിക്കലില്ല എന്തോ അടുത്ത് ചെയ്യുക, അയ്യോ ഇത് ചെയ്യണം മറ്റേ ചെയ്യണം, ഇല്ല. ഞാൻ നേരത്തെ ചിന്തിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ചിന്തയൊന്നുമില്ല. ചില്ലടിക്കുമ്പോൾ ഞാൻ ഫുൾ ചില്ലാണ്. അടുത്തെന്ന് ചെയ്യുന്നവരെ ഞാൻ ചിന്തിക്കാറില്ല. അങ്ങനെ ഒരു 2:30-3 മണിയാകുമ്പോഴത്തേക്കും അടുത്ത ടാസ്ക് എൻ്റെ വന്നു. ഈ വീഡിയോ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നപ്പോഴാണ്, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും 4 മണിക്ക് വീഡിയോ എടുക്കുന്നിരിക്കുന്നത്. 4 മണി അതിൻ്റെ ഒരു 4:30 ആകുമ്പോൾ ഞാൻ ജിമ്മിൽ പോകും. എന്നിട്ട് തിരിച്ച് വന്നിട്ട് ഇന്നിപ്പോൾ ക്ലാസ് ഇല്ല, പക്ഷേ ചില മിക്ക ദിവസങ്ങളിൽ 7 മണിക്ക് ക്ലാസ് ഉണ്ടാവും. അപ്പോൾ ക്ലാസ്സിൻ്റെ ടൈം 2 മണിക്കൂർ 9 മണി വരെ ക്ലാസ്. പിന്നെ എനിക്ക് അത് കഴിഞ്ഞിട്ട് ടൈം ടേബിൾ ഉണ്ട്. ആ ടൈം ടേബിളിൽ മിക്ക സമയത്ത് എനിക്ക് പഠിക്കാനൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ചിൽ ടൈം ഞാൻ എന്ത് ചെയ്യും, അത് ഞാൻ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യും. വെറുതെ ഇരിക്കുന്ന സമയം വെറുതെ ഇരിക്കുന്നു ഞാൻ കൊടുക്കും. എന്തെങ്കിലും വായിക്കേണ്ട സമയത്ത് വായിക്കാൻ കൊടുക്കും. ഗിറ്റാർ വായിക്കേണ്ട സമയം ഗിറ്റാർ വായിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. പലതും എൻ്റർടൈൻമെൻ്റ് ആണ്. പക്ഷെ അതിനൊക്കെ ടൈമുണ്ട്. അപ്പോൾ ഉള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഈ ടൈം ഞാൻ ഉണ്ടാക്കുന്നതാണ്, വേറെ ആരെങ്കിലും ഉണ്ടാക്കി തരുന്നല്ല. എനിക്ക് വേണ്ട കാര്യങ്ങളാണ്, എൻ്റെ ലൈഫിൽ നിന്ന് എനിക്ക് വേണ്ട കാര്യങ്ങളാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് സോ ഈസി ഫോർ മീ. ഞാൻ ഭക്ഷണം രാത്രി കഴിച്ചു കഴിഞ്ഞാൽ എനിക്കെന്താ ചെയ്യേണ്ടത് ഞാൻ തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്. വേറെ ആരും തീരുമാനിച്ചല്ലോ. എനിക്ക് എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം. അടുത്ത കുറച്ച് ഗിറ്റാർ വായിക്കാനാണ്, പിന്നെ കുറച്ച് വായിക്കാനാണ്. ഇതിനർത്ഥം ഒരിക്കലും ലൈഫ് മെക്കാനിക്കലായി പോകുന്നില്ല.
നിങ്ങളിത് ചെയ്ത് നോക്കി നോക്ക്. നിങ്ങൾ ചിലപ്പോൾ ആലോചിക്കുന്നുണ്ട് സാർ ഇങ്ങനെ ജീവിക്കുക റോബോട്ടിനെ പോലെ. അല്ല, ഞാൻ പറഞ്ഞില്ലേ ഇത് നിങ്ങൾക്ക് മാറ്റാം. നാളെ ചിലപ്പോൾ എനിക്ക് തോന്നുകയാണ് എനിക്ക് ഒരു ഒട്ടും പണിയെടുക്കാൻ തോന്നില്ലെങ്കിൽ ഞാൻ ലീവ് എടുത്തിട്ട് എന്ത് ചെയ്യും, എന്നെ 10 ദിവസം പണിയെടുക്കാണ്ടാക്കും. അപ്പോഴും പക്ഷേ എന്തുണ്ടാവും, ഞാൻ തീരുമാനിക്കും ടൈം ടേബിളിൽ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ഈ ഒരു കാര്യമാണ് ആക്ച്വലി നിങ്ങൾക്ക് കൺട്രോൾ വരാൻ പോകുന്നത്. കാരണം യു വിൽ ബി ഇൻ കൺട്രോൾ. മറ്റേത് ആരാണ് കൺട്രോളിൽ? നിങ്ങൾ വിചാരിക്കും നിങ്ങളെ കൺട്രോളിൽ, നിങ്ങൾ ഫ്രീ ആയിട്ട് ചെയ്യുമ്പോൾ. അല്ല, നിങ്ങൾ ഫ്രീ ആയിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാമാണ് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത്, നിങ്ങൾ കളിക്കുന്ന ഗെയിമാണ് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത്, നിങ്ങളുടെ ഫ്രണ്ട്സാണ് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത്, നിങ്ങളുടെ എൻവയോൺമെൻ്റ് ആണ് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത്. എൻവയോൺമെൻറ്റ് എന്താണോ കാണുന്നത് അതുകൊണ്ട് ചെയ്യും. നിങ്ങൾ വിചാരിക്കും നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത്. അല്ല, ബാക്കിയുള്ള സാധനങ്ങളാണ് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ കൺട്രോൾ ചെയ്യണമെങ്കിൽ പ്ലാൻ വേണം. ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഒന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കും മക്കളെ. യു വിൽ ബി അൺസ്റ്റോപ്പബിൾ ആയിരിക്കും. പിന്നെ ഈ പറഞ്ഞ ഡെയിലി പഠിത്തവും കൺസിസ്റ്റൻ്റ് ആയിട്ട് റിവിഷനും ഒക്കെ ഇതിൻ്റെ ഉള്ളിലായിരിക്കും വരിക. നിങ്ങൾ പ്ലാൻ ചെയ്ത പ്രകാരമായിരിക്കും വരിക. ആൻഡ് ഐ ഗ്യാരണ്ടി യു നിങ്ങളുടെ അക്കാഡമിക് കംബാക്ക് നിങ്ങൾ പ്രതീക്ഷൻ്റെ അപ്പുറമായിരിക്കും വരാൻ പോകുന്നത്. പക്ഷെ അതിലുപരി യു വിൽ ബി ഹാപ്പിയർ മാൻ. നിങ്ങൾ ഹാപ്പി ആയിരിക്കും. കാരണം നിങ്ങൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ട്. അതന്നെ എന്തൊരു രസമാണ്. മറ്റേത് എപ്പോഴും അൺഹാപ്പിനെസ് എന്തുകൊണ്ടാണ് വരുന്നത്? നിങ്ങൾ ഉദ്ദേശിച്ച പോലെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. എല്ലാ ദിവസവും അതിൽ നിങ്ങളുടെ പ്രതീക്ഷയ്ക്കത്ത് നിങ്ങൾ ചെയ്യുന്നില്ല. ഇത് അങ്ങനെ ആയിരിക്കില്ല. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ സിമ്പിൾ കാര്യങ്ങളാണ്. പക്ഷേ ഈ സിമ്പിൾ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് തുടങ്ങിയാൽ അക്കാഡമിക് മാത്രമല്ല നിങ്ങളുടെ മുഴുവൻ ലൈഫിലെ കംബാക്ക് ആയിരിക്കും ഉണ്ടാകുന്നത്. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് ആ ഒരു കംബാക്ക് ഉണ്ടാക്കാൻ റെഡി ആണെങ്കിൽ കമൻറ്റ് ബോക്സിൽ അക്കാഡമിക് കംബാക്ക് എന്നൊരു ഫയർ ഇമോജി കൂടി ഇട്ട് നമുക്ക് ഒരുമിച്ച് തുടങ്ങാടോ.